ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇതൊരു കോർപ്പറേഷൻ ഏരിയ ആണ്. ഇവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിലേക്ക് വേറെ 250 മീറ്റർ മാത്രമാണ് ദൂരം. ഇവിടെ 2400 സ്ക്വയർ ഫീറ്റിൽ ഫുള്ള് തേക്ക് തടികൾ മാത്രം ഉപയോഗിച്ച് കട്ടളയും കഥയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന, ബാക്കിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു 3 നില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഒരു ഹോം ജിം വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് ഉണ്ടോ, നല്ല ഹൈറ്റുള്ള, നമുക്ക് ആ വീടിൻ്റെ ഒരു ലക്ഷറി വിളിച്ചു പോകുന്നതാണ് ഗേറ്റ് തന്നെ, അത്രയും രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ ഫുൾ ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുന്ന വീടാണ്. അതും 1,10,00,000 രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമുക്ക് നേരെ ചുറ്റുമതിലുള്ള കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ആയിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടെല്ലാം നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ആർച്ച് കാണാം. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കോളിംഗ് ബെല്ലും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് അതുവഴി നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന വേണ്ടി വലിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ പ്രൗഢി വിളിച്ചു പോകുന്നൊരു ഗേറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഗേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റാക്കി മാറ്റാൻ പറ്റുന്നതാണ്. കാരണം വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ നോർമലി മാനുവലി തന്നെ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് പോകുന്നുണ്ട്. നമുക്കൊരു മോട്ടർ വയ്ക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് എങ്ങനെയാണോ അതുപോലെ അത് ഇതാവുന്നത്, സ്ലൈഡ് ആവുന്നത്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് താന്തൂർ സ്റ്റോണാണ്, നാച്ചുറൽ സ്റ്റോണാണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാൻലിവറായിട്ടുള്ള കാർ പോർച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യുകയും ചെയ്യാം. അതുകൂടാതെ തന്നെ വൈഡായിട്ട് ഡോർ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഒരു തൂണ് വരുന്നില്ല. തൂണ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ആയിട്ട് പ്ലാന്റ്സ് കാണാം. അതുപോലെ പുറകിൽ നല്ല സ്പേസ് ഉണ്ട്. ഇതുപോലെയൊക്കെ നമുക്കൊരു ഈ ഒരു സ്പേസ് നോക്കാൻ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഈ ഒരു രണ്ടാമത്തെ കാർ പോർച്ചിലേക്ക് വരാം. ഇവിടെ ആയിട്ടും ഒരു കാർ പാർക്ക് ചെയ്യാം. 2 കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ബാംബു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇവിടെ ആയിട്ടൊരു ഫ്രണ്ടിലെ ഡിസൈൻ കണ്ടോ, ഫുള്ളായിട്ട് WPC പാനലാണ്. അതിലും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കോളിംഗ് ബെല്ലും പ്രത്യേകിച്ച് പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് സിറ്റൗട്ടിലേക്ക് വരാം. സ്റ്റെപ്പ് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഒരു പ്രീമിയം ഗ്രാനൈറ്റ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ജോൺസൻ്റെ വെട്രിഫൈഡ് ടൈലാണ്. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ലൂക്കർ എന്ന ബ്രാൻഡാണ്. ഇവിടെ ഫ്രണ്ട് കട്ടളയും കഥകും എല്ലാം തേക്കിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഫുള്ള് തടികളെല്ലാം യൂസ് ചെയ്ത് തേക്കിൽ തന്നെയാണ്. ഇവിടെ ഡിജിറ്റൽ ലോക്കും കൊടുത്തിട്ടുണ്ട്. തമ്പ് ഇംപ്രഷൻ ഉണ്ട്. അല്ലാതെ നമുക്ക് പാസ്വേഡ് ഉണ്ടാവും. കീയും കൊടുത്തിട്ടുണ്ട്. ഏലെന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്ന, വാറണ്ടി ഉള്ളതാണ്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് നേരെ ഒരു ഫോയറിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ നേരെ ലിവിങ്ങിലേക്ക് വരുന്നത്. ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലുള്ള ജോൺസൻ്റെ വെട്രിഫൈഡ് ടൈലാണ്. എല്ലാം ബ്രാൻഡഡ് ആണ്. മുകളിലെല്ലാം ഫുള്ള് വിനീറിൻ്റെ ലാമിനേഷൻ കാണാം. അത് കൂടാതെ കോബ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കോബ്ലൈറ്റ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ലൂക്കർ എന്ന ബ്രാൻഡാണ്. ഇവിടുത്തെ ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ലൈറ്റ് തീമിലുള്ള ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പെയിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. പുറമേ യൂസ് ചെയ്തിരിക്കുന്നത് ജോട്ടൻ്റെ കളർ എക്സ്ട്രീം എന്ന സീരീസാണ്. അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സിൽക്കി ക്ലീനുമാണ്. ഇവിടെ കട്ടളയെല്ലാം കണ്ടപ്പോൾ ഈ തേക്കാണെങ്കിൽ ഇവർ റെഡിമെയ്ഡ് തേക്ക് വാങ്ങിച്ചതല്ല, തേക്ക് എടുത്തിട്ട് ആശാരി കൊണ്ട് പണിയിപ്പിച്ചതാണ്. അതെല്ലാം വളരെ നീറ്റിൻ്റെ ഹിഞ്ചസൊക്കെ ഉണ്ട്, കുളുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ ലോക്ക് കൊണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ TV ഉണ്ടെന്ന് പറയാനുണ്ട്. ഇവിടെ എല്ലാം WPC പാനലാണ്. ഈ കാണുന്നൊരു ഫ്ലൂട്ടഡ് പാനലാണ്. അക്രിലിക് പോലത്തെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പോലിരിക്കും ആ ഒരു മെറ്റീരിയലാണ്. ഈ കാണുന്ന ഒരു ഗോൾഡൻ തീമി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ DBയിലേക്ക് വരാം. DB നോക്കുവാണെങ്കിൽ അകമേ MCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഷ്നൈഡർ എന്ന ബ്രാൻഡാണ്. അപ്പോൾ ഷ്നൈഡർ നമ്മൾ അങ്ങനെ എല്ലാ വീട്ടിലും കാണാറില്ല. ഇവിടെ 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് എല്ലാം ഷ്നൈഡർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരാൻ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതെല്ലാം തേക്കിൻ്റെ ആ ഒരു വിനീറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലെ വെട്രിഫൈഡ് ടൈലാണ്. ജോൺസൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് സ്ക്വയർ ആയിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വിനീർ ലാമിനേഷൻ തന്നെയാണ്. അതിലും കോബ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതും ലൂക്കർ തന്നെയാണ്. ഫുള്ളായിട്ട് വാം ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ് ബേസിൻ ഏരിയയിലേക്ക് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. വാഷ് ബേസിൻ ആണെങ്കിൽ ടാപ്പ് ആണെങ്കിൽ എല്ലാം ജാഗ്വാർ തന്നെയാണ്. ഇവിടെ മിറർ തന്നെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറകിലായിട്ടൊരു ഫ്ലൂട്ടഡ് പാനൽ നമ്മൾ TV യുടെ പുറകിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ആ ഒരു അക്രിലിക് ലാമിനേഷൻ പോലുള്ളൊരു ഫ്ലൂട്ടഡ് പാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. ലിക്വിഡ് വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഓപ്പൺ കിച്ചണായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഈ ഒരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണായി.
അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് നമുക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫുള്ള് ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി യൂണിറ്റ് കാണാം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇതെല്ലാം ഈ കാണുന്ന ആർച്ച് എല്ലാം തേക്ക് തന്നെയാണ്. ഇവിടെ വരുവാണെങ്കിൽ ഈ കബോർഡ് എല്ലാം ചെയ്തിരിക്കുന്നത്, അതായത് ഈ കാണുന്ന ടേബിൾ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ബേസ് ക്യാബിനറ്റ് എല്ലാം ജാക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും സോഫ്റ്റ് ക്ലോസാണ് വരുന്നത്. കണ്ടോ, സോഫ്റ്റ് ആണ്. ഇത് സ്ലീക്ക് എന്ന ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇവിടെ ആയിട്ടെങ്കിലും എല്ലാം ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഗ്ലെൻ്റെ ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്, ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഹോബ് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ മുകളിലെല്ലാം ഇവിടെ എല്ലാം സിമ്പിളായിട്ടുള്ള ആ ഒരു ഇക്കോ എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്, ഹൈഡ്രോളിക്. ഇവിടെ എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു പുള്ളി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടോളി യൂണിറ്റ് ഉണ്ടോ, വലിയൊരു പുള്ളി യൂണിറ്റാണ്. അതുകൂടാതെ തന്നെ ഇതെല്ലാം വാറണ്ടി ഉള്ളതാണ്. മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു പ്രോ ലിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തന്നെ ആ ഒരു റാക്കും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സ്ലീക്ക് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കൂടെ അതിന് ഒരുപാട് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. മുകളിൽ മൊത്തം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബേസ് ക്യാബിനറ്റുകളും അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫയർ വയ്ക്കുന്ന അതിനുള്ള ഓപ്ഷനുണ്ട്. ഫുള്ള് സ്വിച്ച് ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് വരുന്നത്. അതുപോലെ മുകളിൽ ആ ഒരു കബോർഡിൻ്റെ ഹൈറ്റ് വരെ ടൈല് ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ അടുക്കളയുടെയും വർക്ക് ഏരിയയൊക്കെ ഒരു ടൈൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആ തേക്കിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുക്കളയുടെ ഒരു സീലിംഗ് നോക്കുകയാണെങ്കിൽ ഫുള്ള് വാമായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇനി വർക്ക് ഏരിയയിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന തന്നെ 2 പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ട് ആർച്ച് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ വീട്ടിൽ വർക്ക് ഏരിയ കാണാറില്ല. ഇവിടെ പ്രത്യേകിച്ച് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയ ഫുള്ള് ഫർണിഷിംഗ് എന്ന് പറയാം. കാരണം വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് മൈക്രോ ഓവൻ വയ്ക്കണമെങ്കിൽ അങ്ങനെ സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് ഏരിയ, സിങ്കും കാണാം. എല്ലാം ജാഗൂർ തന്നെയാണ്. ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫുൾ കബോർഡ് കാണാം. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഈ ഒരു പുറത്തേക്കുള്ള ഈ വാതിൽ നോക്കണമെങ്കിൽ അതിൻ്റെ കട്ടളയും കതകും പോലും തേക്ക് തന്നെയാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇവിടെയും സ്പേസ് ഉണ്ട് പുറകിലായിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു ഏരിയ ഉണ്ട്. കുറച്ചും കൂടെ ഒരു വർക്ക് ഏരിയ പുറത്തുകൂടെ ചെയ്യണമെങ്കിൽ, ഇത് കൂടാതെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഇവിടുത്തെ ഒരു കതകിൻ്റെ ഡിസൈനും കണ്ടോ, ഒരു വലിയൊരു പുള്ളി കൊണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ എന്ന് വെച്ചാൽ വലിയ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൗഢ ഗംഭീരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസുള്ള വെട്രിഫൈ ടൈലാണ്. അത് ജോൺസൺ ബ്രാൻഡ് തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് വലിയൊരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന ജാക്ക് വുഡ് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വാഷ്റൂം വരുന്നത്. ഈ ഒരു ഡ്രസ്സിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള ഡ്രസ്സിങ് ഏരിയ തന്നെയാണ്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഡോറ് പോലെ FRP ഡോറാണ്, PVC ഡോറല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ജാഗ്വാർ എന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡൈവർട്ടർ ആണെങ്കിൽ ജാഗ്വാർ തന്നെയാണ്. ടോട്ടലി ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. 2, 3, 4 റൂമെല്ലാം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ഹാൻഡ് റെയിൽ നോക്കുവാണെങ്കിൽ ഫുള്ള് തേക്കാണ്. അത് മാത്രമല്ല ഇടയ്ക്കായിട്ടും ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടില്ല. ഇവിടെ ഫുള്ള് ഒറ്റ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഫുള്ള് ഇതിനകത്ത് വേറെ GI ട്യൂബിലല്ല, ഫുള്ള് തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്റ്റെപ്പിലേക്ക് വരുവാണെങ്കിൽ ഈ ട്രെഡും അതുപോലെ റൈസറും എല്ലാം തേക്കിൻ്റെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചറിൽ തേക്ക് പാനൽ ഇരിക്കുകയാണ്. അവിടെ ഒരു ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് എല്ലാം കാണാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ആയിട്ടെല്ലാം ഒരു വിനീർ ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം WPC പാനലാണ്. ഇവിടെ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ആ വിൻഡോയ്ക്ക് മുകളിലായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊതുകൊന്നും അകത്തേക്ക് വരത്തുമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകും. ഇവിടെ അതുപോലെ തന്നെയാണ്, ഒറ്റ ഗ്ലാസ്സാണ്, ഫുള്ള് ഗ്ലാസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ പാനൽ തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ടൈലല്ല, തേക്ക് പാനലാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒട്ടിച്ചിരിക്കുന്നത് വാൾപേപ്പറാണ്. അത് കൂടാതെ നമുക്കൊരു ബാൽക്കണിയുണ്ട്. ഈ ഡോറെല്ലാം തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. വലിയൊരു ബാൽക്കണിയാണ്, വിശാലമായി കിടക്കുകയാണ്. ഇങ്ങേറ്റം വരെ ബാൽക്കണിയുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഹാൻഡ് റെയിൽസ് തന്നെയാണ്. ഇവിടെ ആയിട്ട് ക്രോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലെ കാഴ്ചകളിലേക്ക് വരാം. അപ്പർ ലോഞ്ചിലേക്ക് വരുമ്പോഴും ഫുള്ള് ഈ കാണുന്ന എല്ലാം തേക്കിൻ്റെ പാനൽ എല്ലാം തറ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേറൊരു മെറ്റീരിയൽ പറയാൻ പറഞ്ഞു. ഇവിടെ എല്ലാം MRFൻ്റെ ഡബിൾ കോട്ട് പോളിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം കോബ്ലേറ്റ് എല്ലാം ലൂക്കർ തന്നെയാണ്. അതുപോലെ സർഫസ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും DB കൊടുത്തിട്ടുണ്ട്. അവിടെ MCB എല്ലാം യൂസ് ചെയ്ത് സ്നൈഡർ തന്നെയാണ്, വേറെ ബ്രാൻഡൊന്നുമല്ല. ഇവിടെ ആയിട്ട് TV കൊണ്ട് നോക്കുവാണെങ്കിൽ നല്ല ലക്ഷറി രീതിയിലാണ് TV കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ അക്രിലിക് പോലുള്ള ഫ്ലൂട്ടഡ് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പോലെ തന്നെയാണ്.
ഇവിടെ ആയിട്ട് നമുക്ക് ഫുള്ള് WPC പാനലാണ്, അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 റൂമുകളോട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് വരാം. അതാണ് ഈ വീട് രണ്ടാമത്തെ റൂമിലേക്ക് വരാം. ഈ അപ്പർ ലോഞ്ചിലെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോയർ എന്നാണ് റൂമിലേക്ക് വരുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്ത റൂമാണ്. നമുക്കിവിടെ പുസ്തകം വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു വിൻഡോ ഒക്കെ ചെറിയ ബെഡ്, ഒരു ചെറിയൊരു കുഷനൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഫുള്ള് തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ടെക്സ്ചർ കാണുന്നതെല്ലാം വാൾപേപ്പറാണ്. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ബെഡ് സ്വിച്ച് കാണാം. ഇതെല്ലാം സ്നൈഡർ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ FRP ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോർ തന്നെയാണ്, വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല. ഡൈവർട്ടെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ജാഗോർ തന്നെയാണ്. അതുപോലെ ലൂക്കറിൻ്റെയാണ് എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി മൂന്നാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് മൂന്നാമത്തെ റൂം. എല്ലാ അതിലെയും ഡോർ ഹാൻഡിൽ ഉണ്ടോ, വലിയ ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ മൂന്നാമത്തെ റൂമിലേക്ക് വരാം. ഇവിടുത്തെ ടൈൽ കണ്ടാൽ അറിയാൻ പറ്റും, ജോൺസൻ്റെ ഏറ്റവും കൂടിയ സീരീസിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കത് തൊട്ട് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ എല്ലാം വിൻഡോസ്, ഈ വിൻഡോയൊക്കെ വലിയ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് ക്ലോസ്ഡ് ആയിരിക്കും, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ഹിഞ്ചസ് ഒക്കെ ഉണ്ടോ, അത്രയും അത് ഹിഞ്ചസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഗോദ്രേജ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ആ ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്, എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്രീമിയം ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് കാണാം. അതുകൂടാതെ തന്നെ ഈ കുറച്ചും കൂടെ സ്പേസ്ഫുൾ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് വാഷ്റൂം നോക്കുവാണെങ്കിലും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന ക്യൂബിക്കിൾ കൊടുത്തിട്ടുണ്ട്. അവിടെയും യൂസ് ചെയ്യുന്നത് ജാഗോർ തന്നെയാണ്. കബോർഡ് സ്പേസ് കാണാം. വളരെ നിങ്ങൾക്ക് ആ ടൈൽസാണ് കണ്ടറിയാൻ പറ്റും, അത്രയും പ്രീമിയം ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നാലാമത്തെ റൂമിലേക്ക് പോകും. അപ്പം നമുക്ക് നേരെ നാലാമത്തെ റൂമിലേക്ക് വരാം. ഈ ഒരു നാലാമത്തെ റൂം നോക്കുവാണെങ്കിലും ആ ടൈൽസിൻ്റെ സീരീസിൽ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് എല്ലാം കഴിഞ്ഞുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ബെഡ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡിന് തന്നെ നമുക്ക് ഫുൾ സ്പേസ് കിട്ടുവാണ്. നമ്മൾ ഈ റൂമുകളിലെല്ലാം വാർഡ്രോബ് എല്ലാം ഫിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സ്പേസിന് ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത വാർഡ്രോബ് ചെയ്ത ശേഷം സ്പേസ് പോകും അങ്ങനെയൊന്നുമില്ല, എല്ലാം ഫുള്ളായിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ FRP ഡോസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ PVC ഡോസിനേക്കാളും ഒരു 4 ഇരട്ടി വില കൂടുതലാണ് FRP ഡോറിന്. ഇവിടെ എല്ലാം ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ ഹോം ജിമ്മിലെ കാഴ്ചകളിലേക്ക് പോകും. 3ാം നിലയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ അപ്സ്റ്റെയറിലേക്ക് പോകുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ്. ആ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഫുള്ള് തേക്ക് പാനലാണ്. അതുപോലെ തന്നെ ഫുൾ ആ ഗോൾഡൻ സ്ട്രിപ്പും കാണാം. ഇവിടെ ആയിട്ടും ആ ഒറ്റ ഗ്ലാസ് മുകളിലേക്ക് പോയിരിക്കുന്നത് എല്ലാം വളരെ വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു അതിമനോഹരമാക്കി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലാൻഡിങ് ഏരിയ നോക്കുകയാണെങ്കിൽ അതെല്ലാം തേക്ക് തന്നെയാണ്. ഇവിടെ ആയിട്ടും ആ ഒരു CNC കട്ടിങ് കൊടുത്ത് അതിൻ്റെ മുന്നിലായിട്ട് ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും നമ്മുടെ ഹോം ജിമ്മിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഹോം ജിം ഏരിയ. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു 100 സ്ക്വയർ ഫീറ്റോളം വരും. അപ്പോൾ നമുക്കിവിടെ മെഷീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓപ്പൺ ടെറസിലുള്ള എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇതുപോലും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വലുത് ആരും കാണാത്ത ഭാഗമാണ്, വേണമെങ്കിൽ തേക്ക് ഒഴിവാക്കി വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഇതും കട്ടളയും കഥകും എല്ലാം തേക്ക് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ. ഇത് റൂഫ് കോട്ടിങ് ചെയ്തിരുന്നതാണ്. ഒരു വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്തിരുന്നതാണ്. ഇത് കൂടാതെ അവിടെ ആയിട്ട് ചെറിയൊരു ബാൽക്കണി ഏരിയ പോലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടൊരു CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ഈ മെയിൻ റോഡ് വളരെ അടുത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലാൻഡ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ പെർ സെൻറ്റ് 9 ലക്ഷമുണ്ട്. ടോട്ടലി 4.25 സെൻറ്റാണ് വരുന്നത്. അതുകൂടെ 2400 സ്ക്വയർ ഫീറ്റാണ് വീട്. അപ്പോൾ ഈ 2400 സ്ക്വയർ ഫീറ്റ് ഇത്രയും ക്വാളിറ്റി നിർമ്മിക്കുമ്പോൾ പെർ സ്ക്വയർ ഫീറ്റ് എത്രയാവും നിങ്ങൾക്ക് കൂട്ടി നോക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ 9 ലക്ഷം രൂപ പെർ സെൻറ്റ് കോസ്റ്റ്, ടോട്ടലി 4.25 സെൻറ്റ്. അപ്പോൾ ഒരു ചോദിക്കുന്ന പ്രൈസ് 1.10 എന്നുള്ള വലിയൊരു കൂടുതൽ പ്രൈസ് അല്ല, വളരെ മാന്യമായിട്ട് പ്രൈസാണ് ചോദിക്കുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിളുമാണ്. അപ്പോൾ ഈ വീഡിയോ സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.